ആക്ച്വലി ഇപ്പോൾ സന്തോഷേട്ടനെ സംബന്ധിച്ചിടത്തോളം സന്തോഷേട്ടനെ ഏറ്റവും അധികം അഫെക്ഷനായിട്ടുള്ളത് അമ്മയെടുത്താണ് അല്ലേ? അപ്പം ഞാനിത് കേട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവസാനമായിട്ട് ഒരു കുറിപ്പ് എഴുതിയതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പോലും അമ്മ തനിച്ചും വീട്ടിൽ മാത്രമേ ഉള്ളൂ, അമ്മ ഒറ്റയ്ക്കാണ്, അമ്മയെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിരുന്ന ഒരു കുറിപ്പാണ്. സത്യം പറഞ്ഞാൽ അമ്മയായിട്ട് അത്രയും അധികം ഒരു മാത്രമല്ല ഫാദറിന് ഭയങ്കര അറ്റാച്ച് ആയിരുന്നു. ഫാദർ മരിച്ചുപോയി, രണ്ടുപേരോട് ഭയങ്കര അറ്റാച്ച് ആണ്. പേരൻസ് നമ്മളെ ക്ഷമിക്കുന്ന പോലെ ആരും ക്ഷമിക്കില്ല. എൻ്റെ ഫാദർ മരിച്ചപ്പോൾ എൻ്റെ ആൻറ്റി പറഞ്ഞതാണ്, പേരൻസ് ക്ഷമിക്കുന്ന പോലെ ആരും ക്ഷമിക്കില്ല. ആ ഒരു ബോണ്ടിങ് വേറെ എവിടെയും കിട്ടില്ല. നമ്മൾ കല്യാണം കഴിച്ചാലും പാർട്ട്ണർ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം, ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ബ്രേക്ക് ആവും. പക്ഷേ ഈ ബോണ്ട് അതങ്ങനെ ബ്രേക്ക് ആവില്ല. അവരെപ്പോഴും നമ്മുടെ വെൽവിഷേഴ്സായിരിക്കും. പിന്നെ നമ്മളെ ഒരിക്കലും തള്ളി പറയില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ കാലത്ത് വേറെ ആരും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെന്ത് ഇപ്പം ഞാനായാലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പം ചെറുപ്പത്തിലെ നമ്മളെ ചിലപ്പം ശകാരിക്കുകയൊക്കെ ചെയ്യും, അച്ഛനും അമ്മയല്ല. എന്നാലും നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ അമ്മയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്രമായിരിക്കും. ഏറ്റവും കൂടുതൽ എൻ്റെ ഫാദറിന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയാണ്. രണ്ടുപേരും കൊല്ലം ഡിയറാണ്. നിങ്ങൾ 3 മക്കളാണല്ലേ? 3 മക്കളാണ്. ബാക്കി 2 പേര്. മൂത്താള് US ഡോക്ടറാണ്. പുള്ളിക്കാരുടെ മാരീഡ് ആണ്. ഹസ്ബൻഡ് സയന്റിസ്റ്റ് ഒക്കെയാണ്. അവരുടെ മോള് മെഡിസിൻ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ബാംഗ്ലൂരാണ്. അവർ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു MNCയിൽ വൈസ് പ്രസിഡന്റ് ആണ്. മകൻ ഡൽഹി ആയിട്ട് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ഞാൻ തമ്മിൽ 10 വയസ്സ് ക്യാപ്പുണ്ട്. സന്തോഷേട്ടന് ജോബ് ബേസിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കോളർഷിപ്പ് മറ്റേലുണ്ട്. അപ്പം ഇനി തുടർന്ന് ഏത് രീതിയിലോട്ട് പോകാനാണ്? ബേസിക് എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ ഫിലോസഫിയിൽ തിരിഞ്ഞു. ഔട്ട് ഇൻട്രസ്റ്റ് ഫിലോസഫി തിരിഞ്ഞു. റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. എൻ്റെ മെയിൻ തിങ് ഫിലോസഫി തന്നെയാണ്. എൻ്റെ ബാക്സ് ഫിലോസഫിയാണ്. കാര്യം ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് കണ്ട കുറേ കാര്യമുണ്ട്. ഇപ്പോൾ പുറയിലിരിക്കുന്നതിന് കുറേ അധികം ബുക്സുകളും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വായനയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്രം പോരാ, ചിന്തിക്കാൻ. അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വായനയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതലധികം അറിവുകൾ കിട്ടും. അറിവുകൾ കിട്ടും. പക്ഷെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചിന്തിക്കുകയും ചെയ്യണം. പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കണം.